മീനിങ്ങിലോട്ട് പോവുക. എന്നെ ഇവിടെ ഉദ്ദേശിച്ചതിൻ്റെ ഇതെന്തോന്ന് മനസ്സിലാക്കി അത് പ്രകാരം ചെയ്യുക. അതാണ് ഈ ലാൻഡിൻ്റെ ഹയർ ഭാഷ എന്ന് പറഞ്ഞാൽ ഈ ലാൻഡിന് ഡ്രൈ ലാൻഡിന് ഇഷ്ടം ക്രിസ്തുവാണ്. ഇപ്പം നമ്മൾ പറയും നമ്മളുടെ ഹോപ്പില്ലാത്ത സ്ഥലത്ത് നമുക്ക് ഹോപ്പ് വന്നത് ക്രിസ്തുവാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. മനസ്സിലായി? ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതിനെ നമ്മൾ എക്സോൾട്ട് ചെയ്യുക, അതിനെ നമ്മൾ ഉയർത്തുക, അതിനെ നമ്മൾ ആ അധികാരത്തെ നമ്മൾ യൂസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ലൈറ്റിനെ നമ്മൾ എത്രയും മാത്രം പ്രകാശിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടുമ്പോൾ ദെർസ് പവർ ഇൻ ദ ബ്ലഡ്. അതേപോലെ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടുമ്പോൾ ആ പേരിന് ഭയങ്കര അർത്ഥമുണ്ട്. യേശു, നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആരും ഇന്നേ വരെ അറക്കിയ പോകാത്ത സ്ഥലത്ത് കീഴിൽ പോയി മേളിലും പോയി നമുക്ക് വേണ്ടി വൺസ് ആൻഡ് ഫോർ ഓൾ ഹയസ്റ്റും നമ്മുടെ മഹാപുരോഹിതൻ ആരും ഇന്നേ വരെ പോകാത്തത് 3-ാം സ്വർഗത്തോളം പോയി നമുക്ക് വേണ്ടി ഇത് ചെയ്തു. ഹൈ പ്രീസ്റ്റായിട്ട് നമ്മുടെ ഹൈ പ്രീസ്റ്റായി തീർന്നു. ആ ലാൻഡ് ഒരു റിയൽ ഇസ്രായേൽ ലാൻഡ് ഉണ്ടെങ്കിൽ ക്രൈസ്റ്റ് ഇസ് എ സിംബോളിക്. ആ ക്രിസ്തു നമ്മുടെ ലാൻഡ്, നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ അതോറിറ്റി, അതിനെ അറ്റ് എനി കോസ്റ്റ് അതിനെ വിട്ടുകളയരുത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതിനെ മായം ആക്കുവാൻ കലർത്തുവാൻ ഇടയാക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിസ്ഡം, ജ്ഞാനത്തെ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് നമ്മുടെ വിസ്ഡം. ആ ജ്ഞാനത്തെ ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ബെനിഫിറ്റിനായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മളെ സ്പ്ലെൻഡറിനായിട്ട് ആ എസെക്കിയേൽ പ്രവചനത്തിനകത്ത് കാണിച്ചിരിക്കുന്ന വിസ്ഡത്തെ, ദൈവം നൽകിയ വിസ്ഡത്തെ സ്വന്തം സ്പ്ലെൻഡറിനായിട്ട് ഞാൻ എൻ്റെ മഹിമയ്ക്കായിട്ട്, അത് എൻ്റെ അഹങ്കാരത്തിനായിട്ട് അല്ല എൻ്റെ പുകഴ്ചയ്ക്കായി ഞാൻ വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇവിടാണ് എന്നെ പറ്റി പല ആൾക്കാരും പറയുന്നത് ജ്ഞാനം കാണിക്കാൻ വേണ്ടി ഇതാണ്. ഒരിക്കലുമല്ല. എൻ്റെ ഒറ്റ ഗോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഡ്രൈ ലാൻഡിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നു. അത് മാത്രമുള്ള എൻ്റെ ഗോൾ. അതിനുവേണ്ടിയാണ് ഇത്രയും അറിയാൻ മേലാത്ത ഞാനും ഈ വീക്കുള്ള ഞാനും ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഇത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒറ്റേ ഉള്ളൂ. ഇമ്പോർട്ടൻസ്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതിൻ്റെ മായം കലർത്തില്ല. അത് ട്വിസ്റ്റ് ചെയ്ത് നമ്മുടെ ഇതിനായിട്ട് ദൈവനാമത്തിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ? ഹയർ ഭാഷ, ഡ്രൈ ലാൻഡ്. ഓക്കെ? അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന വഹിക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ദൈവത്തിൻ്റെ സീൽ, ദൈവത്തിൻ്റെ